സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ 500 എപ്പിസോഡുകളായി ഞങ്ങൾ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 20ാം ഭാഗമായി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു റാഹേലിൻ്റെ വേർപാട്. ശെഖേം എന്ന പട്ടണത്തിലെ പുരുഷന്മാരെ എല്ലാം നിർദാക്ഷിണ്യം വെട്ടിക്കൊല ചെയ്യപ്പെട്ടു. എന്താണ് കാരണം? യാക്കോബ് പിതാവിൻ്റെ ഏകമകളായ ദീന എന്ന പെൺകുട്ടിയാണ് ഇതിനെല്ലാം കാരണം. യാക്കോബ് പിതാവ് തൻ്റെ ഭാര്യമാരെയും ആടുമാടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും കുതിരകളെയും ദാസന്മാരെയും പുത്രന്മാരെയും ഏകപുത്രിയായ ദീനായെയും കൊണ്ട് ബേതേലിലെത്തി. ഈ ബേതേലിന് ഏറെ പ്രത്യേകതകളുണ്ട്. സ്വർഗ്ഗകവാടം ബേതേൽ, സ്വർഗ്ഗകവാടം ബേതേൽ, ദൂതന്മാർ കോവണിയിൽ കയറിയിറങ്ങുന്നു, ദൂതന്മാർ കോവണിയിൽ കയറിയിറങ്ങുന്നു. ഇതാണ് സ്വർഗ്ഗകവാടം, ഇതാണ് സാക്ഷാൽ ബേതേൽ, ഇതാണ് സ്വർഗ്ഗകവാടം, ഇതാണ് സാക്ഷാൽ ബേതേൽ, സ്വർഗ്ഗകവാടം ബേതേൽ, സ്വർഗ്ഗകവാടം ബേതേൽ. പ്രിയമുള്ളവരെ, യാക്കോബ് പിതാവ് ബേതേലിലെത്തുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ്? അന്യദേവന്മാരെ നമ്മുടെ പക്കൽ നിന്നും നീക്കിക്കളയുക, നമ്മുടെ പക്കലുള്ള പൊന്നാഭരണങ്ങളും കുണുക്കുകളും സ്വർണ്ണാഭരണങ്ങളും പൂർണ്ണമായി ഉപേക്ഷിച്ച് കളയുക. യഹോവയായ ദൈവത്തോട് ഒരു വേർപാട് വേണം. യഹോവയായ ദൈവത്തോട് ചേരണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. അശുദ്ധിയെ പൂർണ്ണമായി മാറ്റിയേ മതിയാകൂ. പഴയ മനുഷ്യരിൽ നിന്നുള്ള വേർപാട്, ജീവിതത്തിൽ നിന്നുള്ള മാറ്റം, അതാരും നിസ്സാരമായി തള്ളിക്കളയേണ്ട. പഴയ മനുഷ്യൻ മരിക്കണം, പുതിയ മനുഷ്യൻ ജനിക്കണം. പഴയ മനുഷ്യൻ മരിക്കണം, പുതിയ മനുഷ്യൻ ജനിക്കണം. ജീവിതത്തിനു വേർപാട് വേണം, ജീവിതത്തിനു വേർപാട് വേണം. വെള്ളത്താലും ആത്മാവിനാലും, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിക്കണം. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിക്കണം. പഴയ മനുഷ്യൻ മരിക്കണം, പുതിയ മനുഷ്യൻ ജനിക്കണം. ജീവിതത്തിനൊരു വേർപാട് വേണം. പഴയ മനുഷ്യൻ മരിക്കണം, പുതിയ മനുഷ്യൻ ജനിക്കണം. അതാണ് ജീവിതത്തിൽ നിന്നുള്ള വേർപാട്. അത് അഗ്നി അഭിഷേകം കൊണ്ടുള്ള സ്നാനമായാലും, ശുദ്ധീകരണം, ജലശുദ്ധീകരണം കൊണ്ടുള്ള സ്നാനമായാലും, ഏത് വിധത്തിലുള്ള സ്നാനമായാലും, പഴയ മനുഷ്യൻ മരിച്ച് പുതിയ സൃഷ്ടി വേണം. യഹോവയായ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് ചേരുവാൻ. യാക്കോബ് ബേതേലിൽ യഹോവയായ ദൈവത്തിന് പണിത യാഗപീഠത്തിന് മുകളിൽ
യഹോവയായ ദൈവത്തിന് യാഗമർപ്പിച്ചു. അകലെ ഒരു വൃക്ഷം കാണുന്നത് കണ്ടോ? ബേതേലിനപ്പുറത്തായി ഒരു വൃക്ഷം കാണുന്നത് കണ്ടോ? ആ വൃക്ഷത്തിൻ്റെ പേര് വിലാപ വൃക്ഷം. എന്താണ് ഈ വൃക്ഷത്തിന് വിലാപ വൃക്ഷം എന്ന് പേര് വരാൻ കാരണം? നമ്മുടെ യാക്കോബിൻ്റെ അമ്മ, അതായത് ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്ക പദ്ദൻ അരാമിൽ നിന്നും വന്നപ്പോൾ തൻ്റെ കൂടെ ഒട്ടകത്തിൽ ഉണ്ടായിരുന്ന പ്രിയ തോഴിയായിരുന്നു. തന്നോടൊപ്പം നെഞ്ചോട് ചേർന്ന് നിന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുകാരിയായി സ്നേഹിതയായി കൂടെ നിന്ന വ്യക്തിയാണ് ദബോറ. റിബേക്കയുടെ തോഴിയായ ദബോറ മരിച്ചപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് അടക്കം ചെയ്തത്. അന്ന് മുതൽ ആ വൃക്ഷത്തിന്റെ പേര് വന്നു വിലാപ വൃക്ഷം. അകലേ കാണുന്നൊരു വൃക്ഷം, അതാണു വിലാപവൃക്ഷം, അതാണു വിലാപവൃക്ഷം. റിബേക്കയിൻ ധാത്രി ദബോറേ മരിച്ചടക്കിയല്ലോൻ ബാഖുത്ത്. റിബേക്കയിൻ ധാത്രി ദബോറേ മരിച്ചടക്കിയല്ലോൻ ബാഖുത്ത്, മരിച്ചടക്കിയല്ലോൻ ബാഖുത്ത്, മരിച്ചടക്കിയല്ലോൻ ബാഖുത്ത്. യഹോവയായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് യാഗമർപ്പിച്ച യാക്കോബ് ആ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. യഹോവയായ ദൈവത്തിന്റെ ശബ്ദം ദാ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് മുഴങ്ങി കേൾക്കുന്നു. യാക്കോബേ, നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി ഞാൻ പെരുക്കും. നീ ഒരു ജാതിയായി, ഒരു ജനതയായി തീരും. നിന്റെ സന്താനങ്ങളിൽ നിന്നും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്നും പ്രഭുക്കന്മാരും ജനിക്കും. നീ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. നീ കാരണം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ യഹോവ. ബേതേലിൽ നിന്നും എഫ്രാത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിയണം. യാക്കോബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ റാഹേൽ പൂർണ്ണഗർഭിണിയാണ്. പൂർണ്ണഗർഭിണിയായ യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ ഒരു പൊന്നുമകന് ജന്മം നൽകി. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീ അനുഭവിക്കാത്ത കഠിന വേദന, കഠിന യാതന അനുഭവിക്കുകയാണ് റാഹേൽ. റാഹേൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ യാക്കോബിനെ അരികിൽ വിളിച്ചു, യജമാനനെ, എന്റെ അരികിലേക്ക് വരിക, എന്നോട് ചേർന്നിരിക്കുക. ലോകത്ത് ഒരു സ്ത്രീ അനുഭവിക്കാത്ത കഠിന വേദന ഞാൻ അനുഭവിക്കുന്നു. ഒരേ ഒരാഗ്രഹം മാത്രം. എന്താണ് റാഹേലേ, നീ എന്തായി പറയുന്നേ? നിനക്കൊന്നും സംഭവിക്കുകയില്ല. ഞാൻ ഈ ലോകത്തിൽ നിന്നും പോവുകയാണ്. അതിനു മുൻപ് ഒരേ ഒരാഗ്രഹം മാത്രം. ഞാൻ പ്രസവിച്ച എന്റെ പൊന്നുമോന് ബെനോനി എന്ന് പേരിടണം. റാഹേലേ, റാഹേലേ, റാഹേലേ. ദാഹത്തിന്റെ എല്ലാമായ റാഹേൽ മരിച്ചു കിടക്കുന്നു. റാഹേലിന്റെ ചേതനയേറ്റ ശരീരത്ത് നോക്കി ഹലമുറയിട്ട് വിളിക്കുകയാണ് യാക്കോബ്. കൂട്ടമായി നിലവിളി ഉയർന്നു ചുറ്റിലും. മിഴി തുറക്കാതെ, ഇമചലിക്കാതെ, നിശ്ചലം
കിടപ്പിതാ റാഖേൽ. പൊന്നുമോൻ ബെനോനി കരയുന്നത് തന്റെ അമ്മ മരിച്ചതറിഞ്ഞിട്ടല്ല, അമ്മിഞ്ഞ പാലിന് വേണ്ടി. യോസേഫ് നിലവിളിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടുകൊണ്ടാണ്. യാക്കോബ് മാറത്തടിച്ച് നിലവിളിക്കുന്നത് തന്റെ എല്ലാമായ റാഖേലിന്റെ മരണം കണ്ടുകൊണ്ടാണ്. യാക്കോബും പുത്രന്മാരും ദാസന്മാരും 100 കണക്കിന് പേർ ചേർന്ന് യാക്കോബിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റാഖേലിനെ അടക്കം ചെയ്തു. യാക്കോബ് അവിടെ ഒരു കൽത്തൂൺ നാട്ടി. ഇന്നും ആ കൽത്തൂൺ റാഖേലിന്റെ കല്ലറത്തൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. തന്റെ ഹൃദയത്തോട്, പ്രിയപ്പെട്ടവളോട് യാക്കോബ് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവളെ, ഇനി എന്ന് കാണും, ഇനി എന്നു കാണുമെന്ന ഹൃദയം വിങ്ങി അവസാന യാത്രയായി പ്രാണസഖി. ഇനി എന്നു കാണുമെന്ന ഹൃദയം വിങ്ങി അവസാന യാത്രയായി പ്രാണസഖി. നൊമ്പരം വിലാപ നാളമായി എരിയുന്നു ഇടനെഞ്ചിൽ ദുഃഖടമാ. പ്രിയമുള്ളവരെ, റാഖേൽ മരിക്കാൻ കാരണമെന്താണ്? എൻ്റെ ചിന്തയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. പദ്ദൻഅരാമിൽ നിന്നും യാക്കോബും റാഖേലും ദാസന്മാരും പുറപ്പെടുമ്പോൾ തൻ്റെ അപ്പനായ ലാബാന്റെ ഗ്രഹബിംബങ്ങളെ മോഷ്ടിച്ചു എന്നൊരു അപകീർത്തി നിങ്ങൾ കേട്ടുവല്ലോ. അന്ന് ആ ഒട്ടകക്കോപ്പിന് മുകളിൽ റാഖേൽ ഇരിക്കുകയായിരുന്നു. ആ ഒട്ടകക്കോപ്പിനുള്ളിൽ ഗ്രഹബിംബങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് യാക്കോബ് ഹൃദയം നുറുങ്ങി ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ നാമത്തിൽ പറഞ്ഞ കാര്യം. ലാബാന്റെ ഗ്രഹബിംബങ്ങളെ മോഷ്ടിച്ചത് ആരായാലും, എൻ്റെ പുത്രന്മാരായാലും എൻ്റെ ഭാര്യമാരായാലും ആരായാലും അവർ ജീവനോടിരിക്കരുത്. യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ പറഞ്ഞ ആ മൂർച്ചയേറിയ വാക്കുകൾ റാഖേലിൻ്റെ മരണത്തിന് കാരണമായി എന്ന് വളരെ ദുഃഖത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദേ, കുഞ്ഞു കിടന്ന് കരയുന്നു. ബെനോനി ഇപ്പോൾ ബെനോനിയല്ല, ബെന്യാമീൻ. അപ്പനിട്ട ഓമന പേര് ബെന്യാമീൻ. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റുവാൻ എത്ര അമ്മമാർ നോക്കണേ. ലേയ, ബിൽഹ, സിൽപ്പ, എത്ര അമ്മമാർ. ആരെടുത്തിട്ടും അവൻ കരച്ചിൽ നിർത്തുന്നില്ല. കാരണം പെറ്റമ്മയെപ്പോലെ ആകത്തില്ലല്ലോ പോറ്റമ്മ. എന്തായാലും ഈ കുഞ്ഞിനെ ഉറക്കണമെങ്കിൽ താരാട്ട് പാട്ട് പാടണം എന്നാണല്ലോ ഒരു പഴഞ്ചൊല്ല്. അതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടി നോക്കാം. ബെനോനി ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ. താലോലം 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 താമര കുഞ്ഞിനു താലോലം. പെറ്റെടുത്തമ്മിഞ്ഞയൂട്ടാനാകാത്ത അമ്മയില്ലാത്ത താരാട്ട് 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 അമ്മയില്ലാത്ത താരാട്ട് 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 അമ്മയില്ലാത്ത താരാട്ട്. കുഞ്ഞു വളർന്നു, ബെന്യാമിൻ വളർന്ന് അങ്ങനെ വരികയാണല്ലോ. അല്ല, ആരുമില്ലാത്ത തക്കത്തിന് ഈ ദാസിമാരുടെ കൂടാരം ചുറ്റിപ്പറ്റി ഒരാൾ നടന്നു വരികയാണല്ലോ. അല്ല, ഈ ദാസിമാരുടെ കൂടാരത്തിൽ പതുങ്ങി പരിങ്ങി വരേണ്ടത് യാക്കോബാണ്. പക്ഷെ യാക്കോബ് അങ്ങനെ പതുങ്ങി പരിങ്ങി ഒന്നും വരേണ്ടുന്ന കാര്യമില്ല.
ഈ ബിൽഹായിയുടെ കൂടാരം ലക്ഷ്യമാക്കി ഒരാൾ അങ്ങനെ നടന്നു വരികയാണ്. പതുങ്ങി പരിങ്ങി വരികയാണ്. ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, ആരാണത്? അത് മറ്റാരുമല്ല, യാക്കോബിൻ്റെയും ലേയായുടെയും പ്രിയപ്പെട്ട പുത്രൻ രൂബേൻ. എന്തിനാണ് രൂബേൻ പതുങ്ങി പരിങ്ങി വരുന്നത്? പിന്നീടാണ് പ്രിയപ്പെട്ട ഈ യാക്കോബ് കാര്യമറിയുന്നത്. ഈ വളർത്തമ്മ, ചിറ്റമ്മ, യാക്കോബ് പിതാവിൻ്റെ വെപ്പാട്ടിയായ ബിൽഹായും രൂബേനും തമ്മിൽ അവിഹിതം. യാക്കോബ് പിതാവ് ഒരക്ഷരം മിണ്ടുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? യാക്കോബ് പിതാവ് പറഞ്ഞു, ആ നശിച്ചവൾക്കുള്ളത്, ആ നാണം കെട്ടവനുള്ളത് എൻ്റെ ദൈവം, എൻ്റെ പിതാവായ ദൈവം കൊടുത്തുകൊള്ളും. യാക്കോബും സംഘവും സഞ്ചരിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദേശമായ കിര്യത്ത് അർബായിൽ. തൻ്റെ പ്രിയപ്പെട്ട മകൻ യാക്കോബ് വന്നുവെന്ന വിവരമറിഞ്ഞ ഇസഹാക്ക് കിടക്കയിൽ നിന്നും മെല്ലെ എണീറ്റു. എൻ്റെ ദൈവമേ, യഹോവയായ ദൈവമേ, തമ്പുരാനേ, എൻ്റെ മകനെ കാണുവാൻ നീ എന്നെ അനുവദിച്ചല്ലോ. അപ്പാ, പൊന്നുമോനെ യാക്കോബേ, നീ അപ്പനെ കാണുവാൻ വന്നല്ലോ. മക്കളെ, അപ്പനെ കാണുവാൻ വന്നുവല്ലോ. മക്കളെ, നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമാണപ്പ, എനിക്ക് സുഖമാണ്. മോനെ, നീ ഏശാവിനെ കണ്ടുവോ? കണ്ടു. ഏശാവാണ് നീ വരുന്ന വിവരം എന്നോട് പറഞ്ഞത്. എടാ മക്കളെ, നിനക്കെത്ര മക്കളാ? അപ്പ, എനിക്ക് 13 മക്കളാ. അതിൽ ഒന്ന് മകളാണ്, ദീന. അപ്പാ, എൻ്റെ ഭാര്യ റാഹേല് വരുന്ന വഴിക്ക് മരിച്ചുപോയി. അപ്പ, മരിച്ചുപോയി. ഇസഹാക്കിന് കണ്ണു കാണാൻ മേല. പൊന്നുമോനെ, അപ്പന്റെ അരികിലേക്ക് ഇരിക്കും. യാക്കോബിനെ ഇസഹാക്ക് അനുഗ്രഹിച്ചു. അപ്പ, എൻ്റെ ഭാര്യയും 13 മക്കളും എൻ്റെ അരികിൽ തന്നെയുണ്ട്. അവരെയും ഇസഹാക്ക് കൈതൊട്ട് അനുഗ്രഹിച്ചു. ആ ഗ്രാമത്തിലെ ജനങ്ങൾ, 100 കണക്കിന് ജനങ്ങൾ, നിരനിരയായി കൂട്ടം കൂട്ടമായി ഇതാ നടന്നു വയ്ക്കൊണ്ടിരിക്കുന്നു. അവരെവിടേക്കാണ് പോകുന്നത്? അവർ പോകുന്നത് ഇസഹാക്കിൻ്റെ കൂടാരമുറ്റത്ത്. ആ കൂടാരമുറ്റത്ത് എന്താണ് സംഭവം? ഏശാവുണ്ട്, ഏശാവിൻ്റെ പുത്രന്മാരുണ്ട്, ഏശാവിൻ്റെ പൗത്രന്മാരുണ്ട്, യാക്കോബുണ്ട്, യാക്കോബിൻ്റെ ഭാര്യയുണ്ട്, ദാസിമാരുണ്ട്, ദാസന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. ആ കൂടാരത്തിൻ്റെ മുറ്റത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഒരു മനുഷ്യനെ കിടത്തിയിരിക്കുന്നു. ആരാണ്? ഇസഹാക്ക്. അതെ, ഇസഹാക്ക് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിശുദ്ധ വേദഗ്രന്ഥം വ്യക്തമായി പറയുന്നു, ഇസഹാക്ക് മരിച്ചതല്ല, തൻ്റെ ജീവനെ ഉപേക്ഷിച്ചു. കർത്താവായ യേശുക്രിസ്തു മരിച്ചതല്ല, തൻ്റെ ജീവൻ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ ജീവനെ ഉപേക്ഷിക്കുന്നത്? നിത്യജീവന് അവകാശിയാകാൻ, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യജീവനോടിരിക്കുവാൻ. അങ്ങനെയാണ് ജീവനെ ഉപേക്ഷിക്കുന്നത്. ഇവിടെ ഏശാവുണ്ട്, എല്ലാവരുമുണ്ട്, ആരും തന്നെ കരയുന്നില്ല. ഏശാവിന് ദുഃഖമുണ്ടോ? എനിക്കറിയില്ല. എന്നാൽ യാക്കോബ് തൻ്റെ പ്രിയപ്പെട്ട അപ്പനായ ഇസഹാക്കിൻ്റെ മൃതശരീരത്തെ നോക്കി അലമുറയിട്ട് കരയുന്നു. ദുഃഖമേ നീ ചന്തമില്ലാത്തൊരു
അന്ധകാരകനായി വന്നതെന്തേ? ദുഃഖമേ നീ ചന്തമില്ലാത്തൊരു അന്ധകാരകനായി വന്നതെന്തേ? വർണ്ണങ്ങൾ വറ്റി മങ്ങിയ നിഴലായി, വർണ്ണങ്ങൾ വറ്റി മങ്ങിയ നിഴലായി അകലെ മാഞ്ഞതെന്തേ? അകലെ മാഞ്ഞതെന്തേ? ദുഃഖമേ നീ ചന്തമില്ലാത്തൊരു അന്ധകാരകനായി വന്നതെന്തേ? ഏറിയാൽ 70, അത് കഴിഞ്ഞാൽ 80 എന്നാണല്ലോ മനുഷ്യന്റെ ജീവിതം. എന്നാൽ യഹോവയായ ദൈവം പറയുന്നു, നീ നിന്റെ മക്കളെയും അവരുടെ മക്കളെയും കാണും, 4 തലമുറകളെ കാണുമെന്ന്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇതാ നമ്മളിപ്പോൾ കണ്ട ഇസ്ഹാക്കിന്റെ ജീവിതം. മക്കളെയും അവരുടെ മക്കളെയും അവരുടെ മക്കളെയും കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരു നീതിമാന്റെ ജീവിതം അവസാനിക്കുന്നില്ല. ദുഷ്ടഹൃദയന്റെ ജീവിതം എന്ന് പറയുന്നത് രാവിലെ മുളച്ച് വൈകിട്ട് കരിഞ്ഞു പോകുന്ന ഒരു പുൽക്കൊടി പോലെ മാത്രമാണ്. ചരിത്രം അവസാനിക്കുന്നില്ലല്ലോ. എന്നാൽ ഈ ചരിത്രം ഞാൻ ഇവിടെ ഇങ്ങനെ പൂർണ്ണമാക്കുന്നു. റാഹേലിൻ്റെ വേർപാട്.